ഗൈസ്, ഒരു പ്രധാനപ്പെട്ട ഒരു എക്സ്റ്റൻഷൻ നടന്നിരിക്കുകയാണ്. മിലോസ് ഡ്രിഞ്ചിച്ച് എന്ന് പറഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോണ്ടിനീഗ്രൻ സെൻട്രൽ ബാക്ക് 2026 വരെ ബ്ലാസ്റ്റേഴ്സിൽ തുടരും. എന്താണെങ്കിലും അത് ഒഫീഷ്യലി ഒരു കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. നമുക്കറിയാലോ, അദ്ദേഹം പ്രീ സീസണിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു 1+1 ആ ഒരു ഡീലായിരുന്നു നമ്മൾ കൊണ്ടുവന്നിരുന്നത് കഴിഞ്ഞൊരു സീസണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ. സോ ഈ ഒരു ഡീലിനെ പറ്റി, ഒരു എക്സ്റ്റൻഷനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം കഴിഞ്ഞ സീസണിൽ അദ്ദേഹം വരുന്നൊരു സമയത്ത് നമുക്കറിയാം ഒരു യങ് പ്ലെയർ എന്ന നിലയ്ക്കാണ് വരുന്നത്. ഒരു 24 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോണ്ടിനീഗ്രയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ളൊരു പ്ലെയറാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നോക്കുമ്പോൾ ഭയങ്കര ഒരു നമ്പർ ഓഫ് മാച്ചസ് അദ്ദേഹത്തിന് ആ ഒരു ഏജിൽ തന്നെ കളിക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. എങ്കിലും നമുക്കറിയാം ഒരു സെക്കൻഡ് ചോയ്സ് CB എന്ന നിലയിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. കാരണം നമുക്ക് നമ്മുടെ ലെസ്കോവിച്ച് എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട സെൻട്രൽ ബാക്ക് ഉണ്ട്. സോ ലെസ്കോവിച്ചിനെ നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് സൈൻ ചെയ്യുമ്പോഴും നമ്മുടെ കൂടെ നിർത്തുമ്പോഴും ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്ന നിലയിൽ പലവരും മാറി മാറി വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു കാറ്റഗറിയിലേക്കായിരുന്നു മിലോസ് ഡ്രിഞ്ചിച്ച് വന്നത്. എന്നാൽ ഡ്രിഞ്ചിച്ച് കഴിഞ്ഞ സീസണിൽ ISL തന്നെ 19 മറ്റോ മാച്ചസ് കളിച്ചിട്ടുണ്ട്. അത് കുറഞ്ഞു പോയതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇടയ്ക്ക് ഒരു ബാനൊക്കെ കിട്ടിയിട്ട്, അറിയാമല്ലോ, ഒരു സസ്പെൻഷൻ കിട്ടിയിട്ട് അങ്ങനെ കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നതാണ് ഒരു ഇൻസിഡൻറ്റിൻ്റെയൊക്കെ പേരിൽ മുംബൈ മാച്ചിന് എതിരെ നടന്നത്. അപ്പം എന്താണെങ്കിലും ഈ ഒരു താരത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു എക്സ്റ്റൻഷനെ പറ്റി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഈ ഒരു താരത്തിൽ ഇപ്പം പ്രത്യേകിച്ച് ഫസ്റ്റ് ഫേസിൽ അദ്ദേഹം ഡിഫെൻസീവ്ലി നിലനിന്ന് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഒക്കെ മികച്ചതാണ്. പക്ഷേ ഒരു സെക്കൻഡ് ബേസിലേക്ക് വരുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ, ഇപ്പം അദ്ദേഹം കുറച്ച് റെസ്റ്റ്ലെസ് ആയതാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇവൻ യൂട്ടിലൈസ് ചെയ്തതിൻ്റെ ഒരു പ്രശ്നമാണോ, കുറച്ച് അദ്ദേഹം ഒരു എക്സ്പോസ് ആകുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീഡ്. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഹൈലൈനിലേക്ക് കളിക്കുന്ന സാഹചര്യത്തിൽ എതിർ ടീം ഒരു കൗണ്ടർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു സ്പീഡ് എപ്പോഴും ഒരു ഫാക്ടറായിട്ട് മാറാറുണ്ട്. അപ്പം അത് ഒരു പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ്. പിന്നെ ലെസ്കോവിച്ച് തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ നമുക്ക് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു എപ്പോഴും ഇഞ്ചറി വന്നിട്ട് കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നുകൊണ്ടാണ് ഇദ്ദേഹത്തിന് കൂടുതൽ മാച്ചസ് കളിക്കേണ്ടി വന്നത്. അപ്പം ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ കൊയ്ഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രഞ്ച് ഡിഫൻഡറെ സൈൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സോ അദ്ദേഹം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. അദ്ദേഹം ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, സെക്കൻഡ് ചോയ്സ് ആയിട്ട് ആണെങ്കിൽ ഓക്കെ. അതർവൈസ് ഇപ്പം കഴിഞ്ഞ സീസണിലേക്ക് ഒരു പെർഫോമൻസ് വെച്ചാണെങ്കിൽ അദ്ദേഹം ഈ മിലോസ് ഡ്രിഞ്ചിച്ച് ഒരു ഡീസൻറ്റ് പ്ലെയർ, ഒരു എക്സ്ട്രാ ഓർഡിനറി ടാലൻ്റ് എന്ന നിലയിൽ കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് കാട്ടുന്നില്ല. പക്ഷേ ഇനി 2 സീസൺ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ ഇനി ഒരു ബെറ്റർ പ്ലെയർ എന്ന നിലയിലേക്കൊക്കെ വരാം. കാരണം അങ്ങനത്തെ ഉദാഹരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്റ്റിൽ അദ്ദേഹം ISL ഒരു ഫോറിൻ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ യങ് ആയിട്ടുള്ളൊരു താരമാണ് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കൊയ്ഫ് തന്നെ ഫസ്റ്റ് ചോയ്സ് CB ആയിട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ലെസ്കോവിച്ച് ആയിരുന്ന സമയത്ത്, ഇപ്പം ലെസ്കോവിച്ച് സെൻട്രൽ ബാക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിഫൻസ് കോമ്പാക്റ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്കൊരു വിശ്വാസമുണ്ട്. കാരണം അദ്ദേഹം ഒരു നല്ല ഡിഫൻഡർ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം മറ്റ് ഡിഫൻസിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ കൂടി ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന, ഒരു ലീഡർ എന്നതിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് എങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതിനൊക്കെ അദ്ദേഹം ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതാണ് ചിലപ്പം മിലോസിൽ നിന്ന് നമ്മൾ മിസ് ചെയ്യുന്ന കാര്യം. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഹോമിപ്പാമിൻ്റെ തന്നെ കാര്യം എടുത്താൽ, ഹോമിപ്പം ലെസ്കോവിച്ചായിട്ട് കളിക്കുമ്പോൾ എങ്ങനെയാണ്, മറ്റ് ഡിഫൻഡേഴ്സുമായിട്ട് കളിക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പം അത് നമുക്ക് ഒരു പ്രധാനപ്പെട്ടൊരു എക്സാമ്പിളായിട്ട് തന്നെ പറയാവുന്നതാണ്. സോ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കും, കൊയ്ഫ് ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന നിലയിൽ, ബെറ്റർ എക്സ്പീരിയൻസ് എന്ന നിലയിൽ വരുന്ന പ്ലെയറാണ്. അദ്ദേഹം തന്നെ ഒരു ഫസ്റ്റ് ചോയ്സ് CB ആയിട്ട് നിന്നിട്ട് ഇദ്ദേഹത്തെ ഒരു ഓപ്ഷണൽ ഒരു CB എന്ന നിലയിൽ ഉപയോഗിക്കുമെന്നുള്ളതാണ് സോഫാർ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ഡിഫൻസിലെ കാര്യം പറയുമ്പോൾ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അരിത്ര ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള താരം, അദ്ദേഹം ക്ലബ്ബ് വിടുന്നു. അദ്ദേഹം ഇന്റർകാഷിലേക്ക് ഒരു 3 ഇയർ ഡീലിൽ ഒപ്പുവെക്കുന്നു എന്നുള്ള IFTWCക്കാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പം അദ്ദേഹത്തെ നമുക്ക് 2020 തൊട്ട് KBSCയുടെ റിസർവ് ടീമിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പ്ലെയറാണ്. സ്റ്റിൽ ഇപ്പോൾ 21 വയസ്സേ ഉള്ളൂ. കൊൽക്കത്ത സ്വദേശിയാണ്. സോ ഈ ഒരു താരത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടൊക്കെ ഉള്ളതുമാണ്. സോ കഴിഞ്ഞ സീസണിൽ ISL കുറച്ച് മിനിറ്റ്സ് അദ്ദേഹം കളിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാണെങ്കിൽ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഗെയിം ടൈം എന്ന നിലയിലായിരിക്കണം അദ്ദേഹം ഇന്റർകാഷിയിൽ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി ഡുറൻ കപ്പിലും RFDL ഒക്കെ അടക്കം മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ ലെഫ്റ്റ് ബാക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നോവച്ചുണ്ട്, ഐബാനുണ്ട്, ഇപ്പം സഹീഫും പ്രീ സീസണിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു നിലയ്ക്കായിരിക്കണം ഇദ്ദേഹത്തെ അങ്ങോട്ട് എത്തിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു താരത്തെ കൂടി ഇന്റർകാഷിലേക്ക് എത്തിക്കുന്നു, പ്രശാന്ത് മോഹൻ. മുൻ KBC താരമാണ്. നമുക്കറിയാം KBC ഒരുപാട് സീസണുകളുണ്ടായിരുന്നു. പിന്നീട് ചെന്നൈയിൻ FC, പഞ്ചാബ് FCയിലൊക്കെ കളിച്ചു. എന്നാണെങ്കിലും ഇന്റർകാഷിൽ ജോയിൻ ചെയ്തു എന്നുള്ള ഒരു റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ ഇപ്പം ND സ്റ്റോപ്പേജൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് ഇന്റർകാഷിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ഒരു കാര്യം നമുക്കറിയാമല്ലോ. ഒരു ഹബാസ് എങ്ങനെ ആ ഒരു താരത്തെ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കി കാണാം.
പിന്നെ ഒരു കാര്യം അശുതോഷ് മേത്തയുമായി ബന്ധപ്പെട്ടതാണ്. അശുതോഷ് മേത്ത നമുക്കറിയാം ഡോപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് 2 വർഷം ബാനിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇനിയിപ്പോൾ തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ള കാര്യം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മിക്കവാറും ജംഷഡ്പൂർ എഫ് സിയിൽ ജോയിൻ ചെയ്തേക്കാം. അത് ഞാൻ ചുമ്മാ ഒരു പ്രഡിക്ഷൻ നടത്തിയതല്ല. അശുതോഷ് മേത്തയും ഖാലിദ് ജമീലുമായിട്ടുള്ളൊരു കണക്ഷനാണ്. കാരണം ഇവർ ഒന്നിച്ച് ഐസ്വാളിലൊക്കെ വർക്ക് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ കണ്ടതാണ് അശുതോഷ് മേത്തയുടെ പെർഫോമൻസ്. അവർ വിൻ ചെയ്യുന്നതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വെച്ചിട്ടുള്ള താരങ്ങളിൽ ഒരാൾ തന്നെയായിരുന്നു അശുതോഷ് മേത്ത. അപ്പം ഇവരൊന്നിച്ച് വർക്ക് ചെയ്തിട്ട് ആ ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് മുമ്പ് പല ക്ലബ്സിലും. അപ്പം അതിൻ്റെ ഒരു രീതിയിൽ ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലും ഐ തിങ്ക് ഇവരൊന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യം ഇനിയും സംഭവിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പം മാർക്കസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ജംഷഡ്പൂർ എഫ് സിയിൽ ജോയിൻ ചെയ്യാനാണ് ഹൈലി ചാൻസസ്, അങ്ങനത്തെ ഒരു സാധ്യതകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. സ്റ്റിൽ സൈൻ അല്ലെങ്കിൽ ഒപ്പുവെച്ചിട്ടൊന്നുമില്ല, ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴും പെൻഡിങ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സനിയ.